അങ്ങനെ മറ്റേതിൽ പോവും. ഹൈറ്റ് അത് പോവും. 06 ആണ്. അഞ്ചുവിന് എഴുതുന്നത്. അഞ്ചു നോക്കിയോ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതെപ്പോഴും ഫിംഗർ അഞ്ചു ഡീപ്പ് ഇരുപത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെവിയൊക്കെ ചേർത്തോളുക. ഇതിനി നെക്സ്റ്റ് ഞാൻ എപ്പോഴും ലൈറ്റ് തിൻ ലെയർ ആയിരിക്കണം. എപ്പോഴും തിൻ ലെയർ ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഈ സ്പോഞ്ച് കൊണ്ടും ഇങ്ങനെ ഉണ്ടാവും ബ്ലെൻഡ് ചെയ്യാം. ഓരോന്നോരോന്നും കൊണ്ടുവരണമെന്നില്ല. കൺസീലർ യൂസ് ചെയ്താൽ ഈ കണ്ണിൻ്റെ അവിടെ ഡാർക്ക്നെസ് കൂടുതലുള്ളവർക്ക് അതിനെ ഹൈഡ് ഔട്ട് ചെയ്യാനാണ് കൺസീലർ പോകുന്നത്. അത് ഇതുമായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോഴേ കൺസീലർ നിങ്ങൾ ഇട്ടിട്ടുണ്ട് എന്ന് അറിയരുത് ഒരിക്കലും. കൺസീലർ അതുപോലെ തന്നെ പ്രൈമറും കൺസീലർ അപ്ലൈ ചെയ്യാം, പ്രൈമർ അപ്ലൈ ചെയ്യാം. ശേഷം നമുക്ക് ഈ ഫൗണ്ടേഷൻ്റെ ആപ്ലിക്കേഷൻ വരെയാണ്. കമ്പനി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്ത ഇതിന് കൺസീലറും ഇതുകൂടെ എടുത്ത് അത് ക്രിസ്ത്യൻ ബ്രൈഡ് ചെയ്യില്ലേ, അപ്പോൾ അത് രണ്ടും കൂടെ കാണിച്ചു തരാം. ഇത് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ ട്രാൻസ്ലൂസൻ ഞങ്ങൾ ഹെവി ആയിട്ട് കൊടുക്കും, കാണിച്ചു തരാം. ഇത് ഫോർവറിന്റെ ഹൈലൈറ്റേഴ്സ് ആണ് ഇതൊക്കെ. ഇത് ക്രീം ടൈപ്പ്, ഫോർവറിന്റെ ക്രീം ടൈപ്പ്. ഇപ്പോൾ ഈ ഒരു ഗ്ലോയിൽ നമുക്ക് കൊടുക്കണമെങ്കിൽ കോമ്പാക്റ്റ് അപ്ലൈ ചെയ്യാതെ ഈ ഒരു ഗ്ലോയിൽ തന്നെ പോകണമെങ്കിൽ പിന്നെ എല്ലാം ക്രീമിൽ എടുത്തോളണം. കാര്യം പൗഡറുമായിട്ട് ഇതാവില്ല. ഇപ്പം ഞാനിതിപ്പോൾ മാറ്റ് ആക്കുവാണ്, അപ്പോൾ പൗഡർ ആപ്ലിക്കേഷൻ വരുവാണ്. ക്രീം ടൈപ്പിൽ നമുക്ക് ഇത് വെച്ച് എന്നിട്ടാലേ നമുക്ക് ആ ഒരു ബ്രൈഡൽ ലുക്ക് വരുള്ളൂ. വലിയ പ്രശ്നം നോക്കണേ. കൂടുതലായി പോരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടുതലല്ല. അത് ഫൈനൽ വരുമ്പോഴത്തേക്ക് അപ്പോൾ ഐ ഷാഡോ വേറെ ഒരു കമ്പനിയുടെ ഒരുപാട് പാലറ്റ് ഉണ്ട്. അതിൽ 4 ഹവറിൻ്റെ ഒത്തിരി ഷെയ്ഡ്സ് ഉണ്ട്. ന്യൂഡ് ഷെയ്ഡാണ് കംപ്ലീറ്റ്, ഓൾമോസ്റ്റ് ന്യൂഡ് ഷെയ്ഡാണ്. ഗ്ലിറ്റർ ഗ്ലോസി ആയിട്ട് ഉള്ള ഷെയ്ഡെല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. ചോദിച്ചില്ലേ, വേറെ മാത്രമല്ല ഭയങ്കര ഫിനിഷിങ് കിട്ടും. മറ്റേ ഇവിടെ ഇപ്പോൾ വീണത് ഇത് ചെയ്യുവാണ്, ബ്ലെൻഡ് ചെയ്യുവാണ്. ചൂസ് ചെയ്യാം. ഞാൻ പൗഡർ ചൂസ് ചെയ്താണ് നമ്മൾ ആ സ്മോക്കി ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ഷെയ്ഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഷെയ്ഡ് ബ്രൗൺ അല്ല, അത് ബ്ലാക്ക് പോലെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. അവിടുന്ന് ബ്ലെൻഡ് ചെയ്ത് അങ്ങോട്ട് പിടിപ്പിക്കുക.
ഭയങ്കര സ്മോക്കി ആയിട്ട് കൊടുക്കുന്നില്ല, കാര്യം അതിന് മാച്ച് ചെയ്യില്ല. ജസ്റ്റ് ബ്രൗൺ ഷെയ്ഡ് തന്നെ എടുക്കും അല്ലേ? നെക്സ്റ്റ് ഒരു റൗണ്ട് വലിപ്പം അങ്ങനെ വരും. ഇത് ഒരെണ്ണം 300 രൂപയുടെ ലാഷാണ്. ഐലാഷ് ഞങ്ങളിതാണ് യൂസ് ചെയ്യുന്നത് ബ്രൈഡിൽ. പിന്നെ അതെ, ഇത് ഗം ആണേ. ഇതിൽ മാത്രമേ ഇരിക്കില്ല സത്യത്തിൽ. ഇതേപോലെ ഒരു ഗം കൂടെ നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും. ഇത് 700 റുപ്പീസാണ് ഈ ഗം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നഷ്ടമായി പോകത്തതേ ഉള്ളൂ, ലാഭമൊന്നും ഉണ്ടാവില്ല. നമ്മൾ റേറ്റ് കൂടുതൽ വാങ്ങുന്നു. ഈ ലാഷ് അവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. കണ്ടോ? സുന്ദരിയായി. അതേപോലെ ലെൻസ് വെക്കും. ഇത് നീളമാകുമ്പോൾ ഇവിടെ എങ്ങനെ അറിയാൻ പറ്റുമോ? ഇപ്പുറത്ത് നമ്മളെപ്പി ഇതിനെക്കാളും വലുതൊന്ന് സുന്ദരമായിരിക്കും. എന്താണ് ഐലാഷ് തട്ടുന്നുണ്ടോ എവിടെയെങ്കിലും? വലിയ കുഴപ്പമില്ലല്ലോ. അപ്പൊ അത് തീരെ ഇതിന് ഇവിടെ വന്ന് നോക്കിയേ, ബാക്കിൽ വാ. ശരിയല്ലേ? ബ്ലൂ എന്ന് കേൾക്കുമ്പോ അയ്യേ ബ്ലൂ എന്ന് ആദ്യം വിചാരിക്കും. പക്ഷെ എഴുതി കഴിയുമ്പോ താഴെ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ലാവും. കണ്ടോ? നമുക്ക് ഇങ്ങനെയുള്ള ഫൈനായിട്ടൊരു ലൈൻ വന്നുണ്ടോ? ഇത് അപ്ലൈ ചെയ്തിട്ട് ഇത്രയും വേണ്ട, ഇതെന്തോ ഒരു ഡാൻസ് മേക്കപ്പ് പോലെ എന്തെങ്കിലും നിൽക്കുന്നു എന്ന് ഫീൽ ചെയ്യുന്നെങ്കിൽ എഫക്റ്റ് അങ്ങ് മാറും, മറ്റൊരു ലുക്കിലേക്ക് പോകും. ഇവിടെ അപ്ലൈ ചെയ്യണം. അവിടെ കണ്ടോ ഡാർക്ക് ആയത് കണ്ടോ? ഈ സൈഡ് നിങ്ങൾ അവിടെ നിന്ന് എങ്ങനെ കാണും? ഈ സൈഡ് വന്ന് നോക്കിയേ. ഇവിടെ ഞാനത് ഇങ്ങനെ ഇത്രയും പോർഷൻ അപ്ലൈ ചെയ്തു. ഇവിടെ ഡാർക്കാണ്. അതേപോലെ ഇവിടെയും കൊടുത്തു. സെൻറ്റർ പോർഷൻ അതേപോലെ കോണ്ടൂറിങ്ങിന് ഇവിടെ ഒരു സെക്ഷൻ കൊടുക്കും, ഒരു ലൈൻ ഇങ്ങനെ കൊടുക്കുക. ഞാൻ
കണ്ടോ? ഇനി അടുത്ത പണിയെന്ന് പറഞ്ഞാൽ ഇതിനെ തറവായിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഈ സാധനം നമ്മൾ ഇവിടെ നിന്ന് ഇട്ടത് പോകും. നമുക്കിനിയും ട്രാൻസ്ലൂസൻ അപ്ലൈ ചെയ്യും. ഇപ്പോൾ ഒരു ഡാർക്ക് കാണുന്നുണ്ടോ? ഡാർക്ക് കാണുമ്പോൾ അതിനെ പിന്നെ അടുത്ത ട്രാൻസ്ലൂസൻ ഒക്കെ അപ്ലൈ ചെയ്താണ് അതിന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ അടുത്ത റൂഷ് അപ്ലൈ ചെയ്യുകയാണേ. റൂഷ് ഞാനിപ്പോൾ ഹെവി ആയിട്ട് അങ്ങ് ഇടുക. നിങ്ങൾ ഇട്ടപ്പോൾ കൂടിപ്പോയി. ഓക്കെ, ഹെവി ആയിട്ട് ഇടുകയാണ്. എന്നിട്ട് അതിനെങ്ങനെ നമുക്ക് തിരിച്ച് മാറ്റാം. ഇതാണ് ബ്ലഷർ അല്ലെങ്കിൽ റൂഷ് അല്ലെങ്കിൽ ചീക്ക് കളർ. അപ്പം ഞാൻ അഞ്ജുവിന് ആദ്യം നമ്മൾ പെട്ടെന്ന് എടുത്തിട്ടപ്പോൾ അങ്ങനെ ഇത്രയായി. ഇത്രയങ്ങായി. ഉടനെ എന്ത് ചെയ്യണം? അവിടെ ക്ലൻസിങ് മിൽക്ക് എടുത്തുകൊണ്ട് വരരുത് മായ്ക്കാൻ. ഇത്രയൊന്നും ഇടരുത് കേട്ടോ ബ്രൈഡിന്. ഇങ്ങനെ ഞാൻ അതിനെ അടച്ചു. ഈ സൈഡിലോ നോക്കി. ഇതൊക്കെയാണ് കറക്റ്റ് ചെയ്ത് കേട്ടോ. ഞാൻ അതിനെ അങ്ങ് പെട്ടെന്ന് തന്നെ ഇതൊരിക്കലും കസ്റ്റമർ അറിയരുത്. അല്ല, പുറമെ കണ്ടുകൊണ്ട് നിൽക്കുന്നവരും അറിയരുത്. നിങ്ങളടുത്ത് എന്തെങ്കിലും ഫോൾട്ട് പറഞ്ഞാൽ നിങ്ങളത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളെ ഉത്തരവാദിത്തം. എന്ന് എഴുതിയിട്ട് വെപ്രാളപ്പെട്ട് മായ്ക്കാനും എടുക്കാനും ക്ലെൻസിങ് മിൽക്കൊക്കെ പൊക്കിക്കൊണ്ട് വരണം. കണ്ടോ? സിമ്പിളായിട്ട് തന്നെ നമുക്ക് അതിനെ ഹൈഡ് ഔട്ട് ചെയ്ത് അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റൂല. ഒരു ഷെയ്ഡേ അറിയാൻ പറ്റുള്ളൂ. അതിൽ വെച്ച് കഴിയുമ്പോൾ കൈ കാണിച്ച് ഒരു ഗോൾഡൻ അപ്പിയറൻസ് വരും. കണ്ടോ? ഞാൻ അഞ്ജുവിൻ്റെ ഒരു സൈഡ് ചെയ്യുന്നത് നോക്കാം. ഇതാണ്ടോ? മൈൽഡായിട്ടുള്ളൊരു തിളക്കം ഇതിനകത്തും വരികയാണ്. അഞ്ജുവിനെ കണ്ട ഇപ്പോൾ ഒരു ബ്രൈഡിൻ്റെ ലുക്ക് വരുന്നുണ്ടോ? വേണം ഒരു പൊട്ടെടുത്ത് ചെയ്തതിന് ശേഷം